ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രതിസന്ധിയിലായത് നിരവധി മേഖലകളാണ്. താറാവ് കർഷകരിൽ തുടങ്ങി സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ വരെ ബാധിച്ച പക്ഷിപ്പനി കൂടുതൽ വ്യാപിക്കുന്നുണ്ടെന്ന ആശങ്കയാണ് ആലപ്പുഴ ജില്ലാ ഭരണകൂടം പങ്കുവയ്ക്കുന്നത്. എല്ലാ കൊല്ലവും ക്രിസ്മസ് ന്യൂ ഇയർ കാലത്തുണ്ടാവുന്ന പക്ഷിപ്പനി വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. നിയന്ത്രണങ്ങളിൽ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് പക്ഷികളിൽ പടർത്തുന്ന രോഗമാണ് പക്ഷിപ്പനി. കേരളത്തിലേക്ക് ദേശാടന പക്ഷികൾ വഴിയാണ് പക്ഷിപ്പനി എത്തുക. രോഗബാധയുള്ള പക്ഷികൾ കൂട്ടമായി ചത്തൊടുങ്ങും. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രോഗബാധയുള്ള പക്ഷികളെ കൂട്ടമായി കൊന്നൊടുക്കുന്നതും പതിവ് രീതിയാണ്. പക്ഷിപ്പനി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആലപ്പുഴ ജില്ലയെയാണ്. വിനോദസഞ്ചാര സീസണുകളിൽ പതിവ് തെറ്റിക്കാതെ പനി എത്താറുണ്ട്. എല്ലാ ഡിസംബറുകളിലും ഉണർന്നിരിക്കുന്ന ടൂറിസം മേഖലയെ അപ്പാടെ പ്രതിസന്ധിയിലാക്കാൻ ഇതുമാത്രം മതി. റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ഹൗസ് ബോട്ടുകൾ, ഹോട്ടലുകൾ, വിനോദസഞ്ചാരികൾ പ്രധാനമായി ആശ്രയിക്കുന്ന ഇടങ്ങളിലെ ഭക്ഷണ മെനുകളിൽ നിന്നെല്ലാം താറാവും ചിക്കനും അപ്പാടെ ഔട്ടാകും. സത്യത്തിൽ ഇന്നലെ മുതൽ വൻതോതിലുള്ള പ്രോഗ്രാം ക്യാൻസലായി. സാധാരണ മനുഷ്യർ ആലപ്പുഴ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ കാണുന്നത്. ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം നമ്മൾക്ക് ഒരു ദിവസം എന്നാലും 100-100 പേരുടെ പ്രോഗ്രാം നടക്കാറുണ്ട്. അവർക്കൊരു ബഡ്ജറ്റുണ്ട്. കൂടിയ ഒരു 500 രൂപ 600 രൂപയുടെ അപ്പുറം അവർക്ക് പോകത്തില്ല. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നമെന്ന് ചിക്കൻ നിരോധിച്ചതോടുകൂടെ ഇത് നിന്നു. അതുപോലെ തന്നെയാണ് ഈ ചിക്കൻ്റെ കാര്യം. നമ്മുടെ മുഹമ്മ കഴിഞ്ഞാൽ അങ്ങോട്ടെല്ലാം അവൈലബിളാണ് ചിക്കൻ. അതേപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ഫ്രോസൺ ചിക്കൻ എന്ന് വെച്ചാൽ ഒരു മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട്, ഒരു പാക്കിംഗ് ഡേറ്റ് ഇട്ടിട്ട് അവർ വാങ്ങും. നമ്മളൊക്കെ അതാ കൊടുക്കുന്നുണ്ട്, ലൈവ് ചിക്കൻ മേടിച്ച് കൊടുക്കാറില്ല. പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ആലപ്പുഴ ഈ മുനിസിപ്പാലിറ്റിയുടെ പരിധി വരുന്ന ആൾക്കാരെ മാത്രം ഇങ്ങനെ ബാൻ ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടരാതിരിക്കാനാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ചിക്കൻ, താറാവ് വിഭവങ്ങളുടെ ഉപയോഗം വരെ ഭരണകൂടം പൂർണ്ണമായി നിരോധിക്കും. വിഭവങ്ങൾ പാകം ചെയ്ത് കഴിക്കുന്നതിലൂടെ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരില്ല. വേവിക്കുമ്പോൾ രോഗാണുക്കൾ നശിക്കും. രോഗം ബാധിച്ച പക്ഷികളുമായി നേരിട്ടിടപഴകുന്നതാണ് വെല്ലുവിളിയെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പക്ഷികളിൽ നിന്നും തന്നെ ഇത് മനുഷ്യരിലേക്ക് വളരെ അപൂർവമായിട്ടേ വരികയുള്ളൂ. ഇനി ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ അധികം മറ്റുള്ളവരിലേക്ക് പകരാത്ത തരം വൈറസാണിത്. എന്നാൽ ആശങ്കയുള്ളത് ഈ വൈറസുകൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യരിൽ അനേകം പേരിലേക്ക് ബാധിക്കാൻ ഇതിനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മനുഷ്യരിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സൂചനകളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കാണുന്നത്. ചിക്കൻ വിഭവങ്ങളുടെ നിരോധനത്തിൽ പ്രതിഷേധത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ ഹോട്ടൽ ഉടമകൾ. ഫ്രോസൺ ചിക്കൻ പോലും ഉപയോഗിക്കാൻ അനുമതി നൽകാത്തതോടെ ഹോട്ടലുകൾ അടച്ചു സമരമായി. അനുനയ ചർച്ചകളിൽ പ്രോട്ടോകോളിനപ്പുറം പോകാൻ ജില്ലാ ഭരണകൂടവും തയ്യാറായില്ല. എല്ലാ വിനോദസഞ്ചാര സീസണുകളിലും എങ്ങനെയാണ് ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കപ്പെടുന്നത്? അന്തരീക്ഷത്തിൽ പ്രധാനമായുമുള്ളത് 2 കാരണങ്ങളാണ്. ഒന്ന്, കോഴി, താറാവ് അടക്കമുള്ള വിഭവങ്ങളെ വിപണിയിൽ നിന്ന് മാറ്റി നിർത്തി ബീഫ് അടക്കമുള്ള ഇതര മീറ്റുകളിലൂടെ ലാഭം കൊയ്യാനുള്ള ചില മാഫിയകളുടെ കളി. 2, വൻകിട താറാവ് കർഷകർ നഷ്ടപരിഹാര തുക തട്ടിച്ചെടുക്കാനായി ഉണ്ടാക്കുന്ന കെട്ടുകഥ. ഇതിനെല്ലാം അപ്പുറം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് പക്ഷിപ്പനിയെങ്കിൽ അതിന് ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടത് സർക്കാരുകളാണ്. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.